അപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കോർട്ട്യാർഡ് മാരിയറ്റിന്റെ എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ ദീപു ആണ്. ഹായ്. നമസ്കാരം. യെസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്നുള്ളൊരു സീസൺ കണ്ടിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കേക്ക് പ്രൊഡക്ഷൻ ഒക്കെ സാധ്യമാക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട്? മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഈ സമയത്താണ് കൂടുതൽ പ്ലം കേക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു പാഷനാണ്. ഏറ്റവും ബെസ്റ്റ് കേക്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ ഓരോ ദിവസവും ഇതിന് വേണ്ടിയിട്ട് ആ എഫേർട്ടുകൾ ഇടുന്നതെന്ന് വെച്ചിട്ട് നമ്മളൊരു ലാസ്റ്റ് 1 year ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു സൈഡിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി അത് നമ്മളൊരു ഇപ്പം ഞാൻ കിച്ചണിലൊരു 16 വർഷമായി. ഈ 16 വർഷത്തിൽ നിന്നും ഓരോ വർഷം കഴിയുമ്പോഴും പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ കുറച്ചുകൂടി ട്യൂണിങ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാരും പറയുന്നത് ഗരം മസാല ഇടുന്നു. ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ ട്യൂൺഡ് ഗരം മസാല ആയിരുന്നു. ഈ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ട്യൂൺഡ് ഗരം മസാല. അതില് നമ്മളെ ജീരകം, പെരിഞ്ജീരകം അങ്ങനത്തെ അല്ലാതെ നമ്മളെ സിനമൺ സ്റ്റിക്ക് ഒന്ന് കയറ്റിയിടണം, സ്റ്റാർനേസ് കയറ്റിയിടണം, അതുപോലെ നെറ്റ് മെഗ് കയറ്റിയിടണം, കാഡമം. അപ്പോൾ ഇതിന്റെ എല്ലാം ആ ട്യൂണിങ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഗരം മസാല. അപ്പൊ അതിന്റെ പുറകിൽ നല്ലൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അത് നടന്നു എന്ന് മാത്രമല്ല, അതിന് നടന്നുകൊണ്ടിരിക്കും. അത് ഈ ഹോട്ടലിൽ മാത്രമല്ല, എല്ലാ ഹോട്ടലിലും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് പ്രോഡക്ട്സ് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതാണ് ബെസ്റ്റ്. ആ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ആ ഒരു എക്സ്പെരിമെന്റ് നിർത്തി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു ബെസ്റ്റ് റെസിപ്പി ആയിരിക്കും നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എല്ലാ ഏരിയകളിലും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് കിട്ടിയത്. നോട്ട് ഈവൻ 0 കംപ്ലൈന്റ് വരെ എന്ന് പറയാം. എല്ലാവരും ഈവൻ ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സോക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഫീല് നല്ല. ഇപ്പം നമ്മൾ ചിലതൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ഫീലായിട്ട് തോന്നും. ഇതങ്ങനെയല്ല, ഒരു ജ്യൂസി ആയിട്ടും കൂടെ നമുക്കത് ഭയങ്കരമായിട്ട് അതിൻ്റെ എല്ലാ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അത്രയും ഫ്രഷ് എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നു. അതെ. അതുപോലെ ഈ മോയ്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ജ്യൂസ് ചേർക്കുന്നുണ്ടോ, ആൽക്കഹോൾ ചേർക്കുന്നുണ്ടോ മാത്രമല്ല, ഇതിൽ അതിന് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സുകൾ. അപ്പൊ നമുക്ക് മോയ്സ്ചർ കൂടുതൽ തരുന്ന ബ്ലാക്ക് റൈസിൻസ്, ഡേറ്റ്സ്, പ്രൂൺസ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ ആ മോയ്സ്ചർ തരുന്നത്. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ മോയ്സ്ചർ പോകും. പക്ഷെ ഇതെന്ന് പറയുന്നതിൽ ഒരു 30-40 ഡേയ്സ് അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നില്ല. ആ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ കേക്ക് ഒരു 40-45 ഡേയ്സ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ. നോട്ട് ഓൺലി സ്പൈസസിൻ്റെ കാര്യം, ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം, അതായത് നമുക്ക് എത്ര ബ്ലാക്ക് റൈസിൻസ് വേണം, എത്ര റെഡ് ചെറി വേണം, എത്ര പ്രൂൺസ് വേണം, എത്ര ബ്ലാക്ക് കറൻസ് വേണം, അങ്ങനെ എല്ലാത്തിനും കറക്റ്റായ അളവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇതിൽ ക്ലാരിഫൈഡ് ബട്ടർ ദസിഗി ആഡ് ചെയ്യുന്നു. ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ടേസ്റ്റ്. അതുപോലെ ഹണി, ആ ഹണീന്റെ ക്വാളിറ്റി ആഡ് ചെയ്യുന്നുണ്ടല്ലേ. അതേപോലെ ബ്രൗൺ ഷുഗർ, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഈക്വൽ ക്വാണ്ടിറ്റി, എന്നാൽ ഗുഡ് ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്, അതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് ഇപ്പോൾ എത്ര കാലത്തിന് മുന്നേ ആയിരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക? ശരിക്കും ഇതിന്റെ പ്രോസസ്സ് നമ്മൾ 1 year നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ഇയറിലെ പ്രോസസ്സ് ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൻ, ഹോം മെയ്ഡ് വൈൻ ആയിരിക്കും. അത് നമ്മളൊരു നവംബർ-ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ വൈൻ ഓപ്പൺ ചെയ്യും. അതായത് ഈ ജനുവരിയിൽ നമ്മൾ വൈൻ ഇടുന്ന സാധനം നമ്മൾ നവംബർ-ഡിസംബർ ആകുമ്പോൾ ഓപ്പൺ ചെയ്യും. ഈ വൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്നത് വൈനിലാണ് ഉപയോഗിക്കുന്നത്. ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വൈനിൽ വെരി ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വൈൻ അല്ല നമ്മൾ ഉണ്ടാക്കുക. അതിന്റെ സ്വീറ്റ്സ് ഇത് മാനേജ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ വൈൻ്റെ അകത്ത് തന്നെ നമ്മൾ സ്റ്റാർനൈസ്, നെറ്റ്മെഗ്, അതേപോലെ സിനമൺ സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിലേക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വൈനും ഹണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ജ്യൂസുകൾ, ഈ ജ്യൂസിലും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻബറി, ഓറഞ്ച്, ആപ്പിൾ, അങ്ങനത്തെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ട്. ആ റെസിപ്പിയിൽ തന്നെ ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ ഈ നമ്മളൊരു 6,000-7,000 കേക്കാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത്.
ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യല്ല, ഇതിനൊരു ബാച്ച് റെസിപ്പി ആയിരിക്കും. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്ന നമ്മൾ ഒരുമിച്ചാണെങ്കിലും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ബാച്ചാണ്. അതൊരു 1 വീക്കിൽ നമ്മളൊരു 1000 കേക്ക് ഇതിനുള്ള റെസിപ്പി, അടുത്ത 1000 കേക്ക്, അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റസ്റ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഹണിയും റമ്മും ഉപയോഗിച്ചുള്ള ബ്രഷിങ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ എന്താ ചെയ്യുന്ന ഒരു വാലിഡിറ്റി ഇത്ര അധികം കൂട്ടാൻ കാരണം ഈ റമ്മും ഹണിയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു മാനുവലി ചെയ്യുന്ന ഇതാണ്. അതും 3 ബാച്ചായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു 8 hours റെസ്റ്റ് കൊടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ടീം തന്നെയുണ്ട്. അതായത് നോർമൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ടീം വീഡിയോയിൽ കാണുകയാണ്. ആ ഒരു കേക്കിന് വേണ്ടി ആ ഷെഫിന്റെ ടീമിനെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അവർ പർട്ടിക്കുലർലി ഫോർ ദ പ്ലം കേക്ക് നമ്മൾ വേറൊരു കാര്യങ്ങളും അവരെ ഇൻവോൾവ് ആക്കണം. കാരണം മൈൻഡ് സെറ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരെ ഒരു എന്താ പറയുക സന്തോഷം, ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് അവർക്കും ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ അവരും ആ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ ഫുൾ ഷെഫാണോ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ കൺസീവ് ചെയ്യുന്നത്? അതെ, ഇതൊരു ടീം വർക്കാണ് ബേസിക്കലി. പേഷി ഷെഫ് എൻ്റെ കൂടെ ഏകദേശം ഒരു 4 വർഷമായി എൻ്റെ കൂടെ തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു 4 വർഷം മുന്നേ ഉണ്ടാക്കിയ കേക്കും ഇപ്പോൾ ഉണ്ടാക്കിയ കേക്കിലും റെസിപ്പീസിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം നമ്മൾക്ക് ബ്ലൈൻഡ് ടേസ്റ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഉള്ളിലൊരു ഫീൽ വന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കേക്കാണ്. ഏതൊരു കേക്കിനോട് ഒരു കിടപിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് അടുത്ത വർഷത്തെ പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഐഡിയാസ് നമ്മൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അതായത് ലൈഫിന്റെ ഒരു എല്ലാ ദിവസവും 12 hours വെച്ച് നമ്മൾ കിച്ചണിൽ തന്നെയാണ് പോകുന്നത്. നമ്മളെ ജോലി ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻവോൾവ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയ എക്സ്പെരിമെന്റിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ എനിക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു റെസിപ്പി. ഇത് കൂടുതലും നമ്മൾ കോർപ്പറേറ്റ് ഓർഡേഴ്സ് ഉണ്ടാവും. അതൊരു 50-50 ആയിരിക്കും. അതായത് ഒരു 5000 കേക്കുകൾ എന്ന് പറഞ്ഞാൽ കമ്പനീസ്. നമുക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്കൊക്കെ നമ്മളെ പ്രോഡക്ട്സ് ആണ്. ഓൾമോസ്റ്റ് എയർപോർട്ടുകളിലേക്കെല്ലാം പോകുന്നത്. പിന്നെ രണ്ടാമത് നമ്മളെ ഗസ്റ്റുകൾ, അതും 50-50 ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അടുത്ത വർഷത്തേക്കുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അതെ. അപ്പോൾ ആ വൈൻ ആണെങ്കിലും അതിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ സോ കോൾഡ് 1 year ലൈഫ് സ്പാനിൽ ഇങ്ങനെ നിൽക്കും. എന്നാലാണ് നമുക്കൊരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഷെഫിൻ്റെതായിട്ട് നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ എന്തൊക്കെയാണ്? അപ്പോൾ എൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പി എന്ന് പറഞ്ഞാൽ മീൻ തേങ്ങാപ്പാൽ ഫ്രൈ. അതൊരു സിയർ ഫിഷിന്റെ പ്രിപ്പറേഷൻ ആണ്. അത് കോക്കനട്ട് മിൽക്കിൽ മാരിനേഷൻ ചെയ്തെടുക്കുന്നത്. അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. പിന്നെ ഗോവൻ ബിബിങ്ക, അത് എവർഗ്രീൻ ഹിറ്റാണ്. അപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന് അത് ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാനൊരു ഫാൻ ആയിപ്പോയതാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ അതിൻ്റെ റെസിപ്പി നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തൊരു എത്തിയ റെസിപ്പീസാണ്. പിന്നെ എൻ്റെ ഒരു ബീഫ് കക്കത്തിലാക്കിയത്, പിന്നെ പത്രാട, അതൊക്കെ കുറേയൊക്കെ അൺനോൺ റെസിപ്പീസ്. അതായത് പോയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ്. കക്കത്തിലാക്കിയത്, പത്രാട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സിഗ്നേച്ചർ റെസിപ്പി ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ തലശ്ശേരി ബിരിയാണി, മട്ടൻ ബിരിയാണി. ഞാൻ മലബാർ ഏരിയയിലാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കല്യാണ വീട്ടുകളിൽ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തലശ്ശേരി മട്ടൻ ബിരിയാണിൻ്റെ ഒരു വിരുന്നൊരുക്കുന്നത്. ഒരു ഡൗട്ട് എനിക്ക്, ഇത് നമ്മളെ ബേക്കിംഗ് പ്രോസസ്സ് കണ്ടപ്പോൾ തോന്നിയതാണ്. ശരിക്കും റമ്മും മറ്റ് ആൽക്കഹോളും ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇത് ടേസ്റ്റ് എൻഹാൻസ്മെന്റിനാണോ അതേ മറ്റെന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? പ്ലം കേക്ക് എന്ന് പറഞ്ഞൊരു 2000-3000 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയൊരു പ്രോസസ്സാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ജസ്റ്റ് പൊറിജാണ്. ഡ്രൈ ഫ്രൂട്ട്സും ആൽക്കഹോളും കൂടി റമ്മും കൂടി മിക്സ് ചെയ്തൊരു പൊറിജായിരുന്നു. അവിടുന്ന് പിന്നെ അതിലേക്ക് ഓരോ റെസിപ്പികൾ വന്ന് ഇപ്പോൾ നമുക്ക് കൂടുതൽ പറയാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളെ പ്ലം കേക്ക് ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഇല്ല. നമ്മളൊരു തലശ്ശേരിക്കാരനാണ്. അതെയോ? ഇന്ത്യയിൽ ആദ്യം തലശ്ശേരിക്കാരനാണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്നത്, നമ്മൾ ഇന്ന് വൈനാണെങ്കിൽ അന്ന് ഉപയോഗിച്ചത് ടോഡിയാണ്. അപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ എക്സ്പെരിമെന്റ്സുകൾ. ഒരുപാട് ഷെഫുകൾ ഇതിന്റെ ബേക്കിൽ എഫേർട്ട് ഇടുന്നുണ്ടാവും, ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു എത്തിയൊരു വേർഷനാണ് ഇവിടെ. നമ്മളിവിടെ നേരത്തെ പറഞ്ഞൊരു 5000 to 6000 കേക്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കോട്ടിയാടിൽ മാത്രമാണ് അല്ലേ? കോട്ടിയാടില്. പിന്നെ കുറെ പ്രോപ്പർട്ടികൾ നമ്മൾ നോർമൽ പ്ലം കേക്ക് ഉണ്ട്. നോർമൽ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ അവർ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് അവർക്ക് ഷോപ്പുകളിൽ വെക്കാനുള്ള കാര്യങ്ങൾ. പക്ഷെ ആ ഒരു പ്ലം കേക്കും നമ്മളെ പ്ലം കേക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞൊരു പ്രീമിയം റിച്ച് പ്ലം കേക്ക് എന്നാണ്. നമ്മളെ ഇതിൽ തന്നെ കാണാൻ പറ്റും റിച്ച് പ്ലം കേക്ക് എന്നാണ്.
അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് പുറത്താകുമ്പോൾ എസെൻസുകളായിരിക്കും കൂടുതൽ. എസെൻസ് ഓക്കെ. ഇപ്പൊ എല്ലാത്തിന്റെയും എസെൻസ്, ബട്ടറിന്റെ എസെൻസ് വരെ മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ പ്ലമ്മിന്റെ എസെൻസ് മേടിക്കാൻ കിട്ടും. എസെൻസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ. പക്ഷെ ആ ഒരു ഇതുമായിട്ട് ഒരു ചെറിയ ഡിഫറൻറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഫാദറിന് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പോലെ അത്രയും പ്യുവർ ആയിട്ടുള്ള നമ്മൾ കൊടുക്കണം. അതിലൊരു മായങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കേക്ക് ആദ്യം മേടിച്ചുകൊണ്ടുവന്ന് ഞാനായിരിക്കും വീട്ടിലേക്ക്. ഓ, അത് തന്നെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം പലരും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരു ബാച്ചുമായിട്ടാണ് ഞാൻ പോവുക. ഓ റിയലി? അത് കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഓ അത് ശരി, അത് ശരി. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ശരിക്കും വലിയൊരു ഇവന്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ? അല്ലേ, ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻസ് ആണ്. അപ്പോൾ എന്തായാലും ആ സമയത്തിനും ആ തിരക്കുകൾക്കും ഇടയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.